അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും മരണത്തെ രുചിക്കുമെന്നാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മസൂദ് സഖാഫി ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന് റമദാൻ വരെ ഡേറ്റ് ഉള്ളതായ ഒരു പ്രഭാഷകനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളെയും തച്ചുടച്ചുകൊണ്ടാണ് മരണം പിടികൂടിയത്. മരിക്കുന്നതിൻ്റെ തലേന്നും പ്രഭാഷണം നടത്തിയ നല്ല ഒരു ആലിമായ ഹാഫിളായ ഒരു ഉസ്താദായിരുന്നു. ഇതേപോലെയുള്ള നമ്മളുടെ കാര്യങ്ങൾ എന്ന് നാം മനസ്സിലാക്കും. അത് നാം മനസ്സിലാക്കുക. ആലിമീങ്ങളുടെ മരണം ലോകത്തിൻ്റെ മരണമാണ് എന്ന അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും ശ്രമിക്കുക. അദ്ദേഹത്തിന് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അല്ലാഹു തആല ക്ഷമ നൽകുകയും ചെയ്യുമാറാകട്ടെ. അങ്ങനെ നമ്മളുടെയും അവസ്ഥകൾ ഇതുപോലെ തന്നെയുള്ളൂ. അതിനാൽ നമുക്ക് അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, ഈ ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ ആഖിറത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ട് നാം സമ്പാദിച്ചെടുക്കുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.